നമ്മൾ ബേസ് ക്ലാസിന്റെ 24ാമത്തെ വോള്യത്തിലേക്ക് ഒന്ന് കടക്കുകയാണ്. ലാസ്റ്റ് നമുക്ക് ബേസ് ഏകദേശം തീരാറായി. ഏത് ഹൈസ്കൂൾ ബേസ്, പിന്നെ പ്ലസ് വണ്ണിലേക്കുള്ളവർക്ക് അതിന്റെ ബാച്ചായിട്ട് നമ്മൾ ബാക്കി തുടങ്ങുകയാണ്. SSLC-കാർക്ക് നമ്മൾ ബാക്കിയുള്ള പോർഷൻസും ടെസ്റ്റും തുടങ്ങാൻ പോവുകയാണ് ഉടൻ തന്നെ. ഈ ബേസ് ക്ലാസ്സോട് നമ്മൾ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ഡെസിമൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഡിവൈഡ് ചെയ്യുന്നതെന്ന് അറിയണം. ഒന്ന് ഓടിച്ചൊന്ന് ചെറിയ രീതിയിലൊന്ന് അറിഞ്ഞാൽ മതി. കാരണം 10th അതുണ്ട്, അങ്ങോട്ടുള്ള എല്ലാ ഹയർ സ്റ്റഡീസിനും അത് ഡെസിമൽ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ 2.5 into 3.1 ഇങ്ങനെ വരിക. അപ്പൊ നമ്മുടെ ഡെസിമൽ മാറ്റി മൾട്ടിപ്ലൈ ചെയ്യാം. 25 into 31. 25 into 31. 1 into 5, 5. 1 into 2, 2. 3 into 5, 15. Remainder 1. 2 into 3, 6. 6 plus 1, 7. അപ്പം 775 അല്ലേ? അപ്പൊ അത് നമ്മളിവിടെ എഴുതുന്നു 775. പക്ഷെ ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് ഒരു പ്ലേസ് ഉണ്ട്, ഇവിടെയും ഡെസിമൽ കഴിഞ്ഞ് ഒരു പ്ലേസ്. അപ്പം ആകെ 2 പ്ലേസ് ഉണ്ട്. ഡെസിമൽ കഴിഞ്ഞ് രണ്ടിടത്തൂടെ 2 പ്ലേസ് ഉണ്ട്. അത് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റുക. 1, 2, 7.75 റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ടേ മാറ്റാവും. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഡെസിമൽ നമ്പർ ആണെങ്കിൽ ഡെസിമൽ നമ്പർ മാറ്റി നാച്ചുറൽ നമ്പർ ആക്കുക. 25 into 31 ചെയ്തിട്ട് ഡെസിമൽ കഴിഞ്ഞ് ഇവിടെ ഒരു പ്ലേസ് ഉണ്ട്, ഇവിടെ ഒരു പ്ലേസ് ഉണ്ട്, 2 പ്ലേസ്. അത് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റുക. 7.75. കാരണം 22.3 into 1.5. ഫോർ എക്സാമ്പിൾ 22.3 into 1.5. അപ്പം 223യെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 into 3, 15. റിമൈൻഡർ 1. 2 into 5, 10. റിമൈൻഡർ 1 കൂട്ടി 11. റിമൈൻഡർ 1. 2 into 5, 10. 10 plus 1, 11. മലയാളത്തിൽ പറഞ്ഞാൽ I 3 15 ശിഷ്ടം 1, ഈ 5 10 1 11 ശിഷ്ടം 1, ഈ 5 10 1 11. 1 into 3, 3. 1 into 2, 2. 1 into 2, 2. ആൻസർ 5, 4, 3, 3. ആൻസർ 3345 എന്ന് വന്നു. പക്ഷെ ഇവിടെ ഡെസിമൽ കഴിഞ്ഞ ഒരു പ്ലേസ്, ഇവിടെ ഡെസിമൽ കഴിഞ്ഞ ഒരു പ്ലേസ്. അപ്പൊ ആകെ 2 പ്ലേസ് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റുക. 33.45 അല്ലേ? മനസ്സിലായല്ലോ? അപ്പം ആ മെത്തേഡ് അത് സിമ്പിൾ. നേരത്തെ നമ്മൾ ചെറിയ ക്ലാസ്സിലെ നമ്മൾ ആദ്യം എടുക്കണ്ട, ഞങ്ങളൊന്ന് മാറ്റി വെച്ചാൽ ഡെസിമൽ ചിലപ്പോൾ നമുക്ക് 10th കേരളയ്ക്കും CBSE-ക്കും ഒക്കെ ഇത് പിന്നെ നമുക്ക് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഈ മൾട്ടിപ്ലിക്കേഷൻ എപ്പോഴും വരും. അത് ശ്രദ്ധിച്ചോണം. ഇനി അടുത്ത കാരണം നോക്കാം. മൂന്നാമത്തെ 2.05 into 0.03. അപ്പം 0.03 പോയിന്റിന് മുമ്പിൽ ഒരു 0 കൊടുത്തോണ്ട് തെറ്റൊന്നുമില്ല. നമ്മൾ അതായത് ഇപ്പം 0.2 എന്ന് പറയുന്നതിന് തുല്യം തന്നെ 0.2. അതായത് ഇവിടെ ഡെസിമൽ നമ്പറേ ഉള്ളൂ, നാച്ചുറൽ നമ്പർ ഇവിടെ ഇല്ല എന്നുള്ളത് 0 എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അല്ലെങ്കിൽ അത് 0.2 എന്ന് എഴുതിയാലും മതി. അപ്പൊ 0.34 എന്ന് പറഞ്ഞാൽ 0.34 എന്നാണ്. 0.34 അഥവാ 0.34 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യണം? 205നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 205നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 into 3, 15. റിമൈൻഡർ 1. 0 into 3, 0. 0 plus 1, 1. 2 into 3, 6. അപ്പം എത്ര കിട്ടി? 615. ഇത് ഡെസിമൽ മാറ്റിയപ്പോൾ 205, 205. ഇത് ഡെസിമൽ മാറ്റിയ 03 എന്ന് പറയുന്നത് 3 ആണ്. നമ്പേഴ്സിന് മുമ്പിൽ ചുമ്മാ 0 ഇട്ടിട്ട് വാല്യൂ ഇല്ല. അതേ വാല്യൂന് ചേഞ്ച് വരത്തില്ല. അപ്പൊ 4 എന്ന് പറഞ്ഞാൽ 04 എന്ന് പറഞ്ഞാലും 4 തന്നെ. പക്ഷെ ഡെസിമൽ കഴിഞ്ഞ് 0 വന്നാൽ വാല്യൂ ഉണ്ട് എന്നുള്ള കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പൊ എത്ര ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് എത്ര പ്ലേസ് ഉണ്ട്? 1, 2 പ്ലേസസ്. ഇവിടെ 1, 2. 2 plus 2, 4 പ്ലേസസ് മാറ്റണം. അപ്പൊ ഇവിടെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ടാണ് മാറ്റുന്നത്. 1, 2, 3. ഇവിടെ സ്ഥാനം ഇല്ലാത്തതുകൊണ്ട് 0 എന്ന് കൊടുത്തു. 0.0615 കണ്ടോ? 4 ഡെസിമൽ. അപ്പൊ 4 സ്ഥാനം ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റണം. 1, 2, 3. ഇവിടെ പ്ലേസ് ഇല്ലാത്തതിന് ഒരു 0 കൊടുത്തു. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. 0.0615. ഈ 0 ഒന്നും ഇവിടെ എഴുതണമെന്നില്ല. അത് നാച്ചുറൽ നമ്പർ ഇല്ല എന്ന് പറഞ്ഞാൽ 0 പോയിന്റ് എഴുതിയിട്ട് തെറ്റൊന്നുമില്ല. 0.6015. ഇതാണ് ഡെസിമൽ മൾട്ടിപ്ലിക്കേഷൻ. സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. വേറെ 3.03 into
0.0004 ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഡെസിമൽ മാറ്റുന്നു. 303 ഇൻറ്റു ഡെസിമൽ മാറ്റി കഴിഞ്ഞാൽ ബാക്കി 0004 എന്ന് പറയുമ്പോൾ 4 തന്നെ. കാരണം നമ്പേഴ്സിന് മുമ്പിൽ 0 ഇട്ടിട്ട് വാല്യൂന് ചേഞ്ച് വരുന്നില്ല. അപ്പൊ 7 എന്ന് പറഞ്ഞാൽ 07 എന്ന് പറഞ്ഞാലും അത് 7 തന്നെ. പക്ഷെ 0.07 എന്ന് പറയുമ്പോൾ വ്യത്യാസം വരും. വെറും നമ്പറിന് മുമ്പിൽ 0 ഇട്ടാൽ ആ വാല്യൂ തന്നെ 7 ആണ്. 07 എന്ന് പറഞ്ഞാൽ 7, 06 എന്ന് പറഞ്ഞാൽ 6. മൾട്ടിപ്ലൈ ചെയ്യാം. 4 into 3 12, റിമൈൻഡർ 1. 0 into 4 4, 4 plus 0 into 4 0, 0 plus 1 1. So the 4 into 3 12, remainder 1. 0 into 4 0, 0 plus 1 1, 4 into 3 12. 1 2 1 2. പക്ഷെ ഇവിടെ ഡെസിമൽ കഴിഞ്ഞ 2 പ്ലേസസ്. ഇവിടെ 1 2 3 4 പ്ലേസസ് ഉണ്ട്. അപ്പോൾ 4 plus 2 6 പ്ലേസസ്. റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റിയപ്പോൾ നോക്കിയാൽ നമ്മൾ എങ്ങനെ വരും? 1 2 3 4 5ന്റെ അവിടെ പ്ലേസ് ഇല്ല, 6 ഇല്ല. 0.001212. അപ്പോൾ വേണേന് 0.001212 എന്ന് ചെയ്യാൻ പറ്റും. അതൊന്ന് ഓർത്ത് വെച്ചാൽ വളരെ എളുപ്പമല്ലേ? ഡെസിമൽ മാറ്റി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡെസിമൽ കഴിഞ്ഞ് എത്ര പ്ലേസ് രണ്ടിടത്തോടെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ 2 plus 2 4 സ്ഥാനം മാറ്റി. ഇവിടെ 2 4 6 പ്ലേസസ്. റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട്, റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ടേ മാറ്റാവും. റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റും. ഇതാണ് മെട്രിക്സ് ഡെസിമൽ മൾട്ടിപ്ലിക്കേഷൻ. ഡെസിമൽ നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന മാർഗ്ഗം ഇങ്ങനെയാണ്. അപ്പൊ എത്ര നമ്പർ വന്നാലും അങ്ങനെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം, ആ എണ്ണം മാറ്റുക, അത്രയേ ഉള്ളൂ. ഇനിയും ആഡ് ചെയ്യാനും പറഞ്ഞിരിക്കണം. അപ്പം 2.3 പ്ലസ് 4.06. ഇതൊക്കെ സിമ്പിളാന്ന് തോന്നും, പക്ഷെ നമുക്ക് തെറ്റുന്നൊരു സംഭവമാണ്. ഇതല്ല ഇങ്ങനെ പ്രോബ്ലംസ് എല്ലാം വരും. അപ്പൊ 2.3 പ്ലസ് 4.06 എന്ന് എഴുതാം. കാരണം ഇതാണ് നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ ഇവിടെ തന്നെ എഴുതണം. 2.3 പ്ലസ് 4.06 എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലേസ് ഇല്ല. അതുകൊണ്ട് അവിടെ നമ്മൾ 0 ആയിട്ട് അസ്യൂം ചെയ്തു. കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ 2.3 എന്ന് പറഞ്ഞാലും 2.30 എന്ന് പറഞ്ഞാലും 2.300 എന്ന് പറഞ്ഞാലും 2.300000 എന്ന് പറഞ്ഞാലും അത് 2.3 തന്നെയാണ്. കാരണം ഡെസിമൽ കഴിഞ്ഞ് ഒരു നമ്പർ വന്നിട്ട് ചുമ്മാതെ കുറെ 0 വന്നാലും വാല്യൂ ചേഞ്ച് വരത്തില്ല. അത് തന്നെ 2.3. 2.3 എന്ന് പറഞ്ഞാലും 2.30, 2.300, 2.3000 എന്ത് വന്നാലും അത് 2.3 തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ 30 സങ്കല്പിച്ചു ആഡ് ചെയ്യാനുണ്ട്. 6 3 6 6.36 6.36. കാരണം 4.08 പ്ലസ് 21.043 നോക്കുക. 4.08 പ്ലസ് 21 എന്ന് പറഞ്ഞാൽ ഇവിടെ 21.043 ഓർഡറിൽ എഴുതണം. 043. അപ്പം ഇവിടെ 0 എന്നങ്ങ് അസ്യൂം ചെയ്തത്. ആഡ് ചെയ്യുക. 3 8 പ്ലസ് 4 12, റിമൈൻഡർ 1 1, 4 plus 1 5 2. That is 25.123. 24.123. മനസ്സിലായില്ല? അപ്പം മൾട്ടിപ്ലിക്കേഷൻ, ഡെസിമൽ മൾട്ടിപ്ലിക്കേഷൻ, ഡെസിമൽ വെച്ചുള്ള അഡീഷൻ. കാരണം 21.0 അല്ല 8 പ്ലസ് 4.0092. 21.8 പ്ലസ് ഇങ്ങോട്ട് മാറ്റിയിട്ടേക്ക് പ്ലസ് 4.0092. 21.8 പ്ലസ് 4.0092. അപ്പം ഇവിടെ മൂന്നിടത്തും 0 ആണെന്ന് അസ്യൂം ചെയ്യാം. ആഡ് ചെയ്യുക. 2 9 0 8 5 2. എത്ര വന്നു? 25.8092. 25.8092. അപ്പം മെട്രിക്സ് ഡെസിമൽ നമ്പർ മൾട്ടിപ്ലിക്കേഷൻ, ഡെസിമൽ നമ്പർ എന്താണ് അഡീഷൻ, അതൊരു സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷനും നോക്കാം. നാലാമത്തെ 2.304 മൈനസ് 1.25. ഇപ്പൊ
22.304 മൈനസ് 1.25. 25 എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലേസ് ഇല്ലാത്തതുകൊണ്ട് 0 സങ്കല്പിച്ചു. സബ്ട്രാക്ട് ചെയ്യുക. 4 മൈനസ് 04. 0യിൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യാൻ ഒക്കത്തില്ല. ഇവിടുന്ന് ഒരു നമ്പർ 1 എടുത്തു. 10 മൈനസ് 5 5. ബാക്കി ഇവിടെ 2. 2 മൈനസ് 2 0. 2 മൈനസ് 1 1. 1.054. 1.055. അവർ നമുക്ക് ഇങ്ങനെയൊക്കെ വരും കണ്ടോ, വ്യത്യസ്തമായിട്ടൊക്കെ വരും. ഇങ്ങനെ ചിലപ്പം ഡെസിമൽ 3 ഡിജിറ്റ് കാണും, അടുത്തത് ചിലപ്പം ഡെസിമൽ കഴിഞ്ഞ് 2 ഡിജിറ്റേ കാണത്തുള്ളൂ. അപ്പൊ എഴുതുന്ന രീതികൾ ഓർത്തിരിക്കുക. 5 41.03 മൈനസ് 22.04 146. വേണമെങ്കിൽ ഇതിനെ 2 ഡെസിമൽ കറക്റ്റ് ആക്കിയിട്ട് എഴുതാം. അതല്ലെങ്കിൽ 41.03 മൈനസ് 22.146. 146. ഇവിടെ 0 എന്ന് എഴുതും. അപ്പം എന്ത് എഴുതാം? 10 മൈനസ് 6 4. ബാക്കി ഇവിടെ 2 ആണ്. 2 ന്ന് 4 സബ്ട്രാക്ട് ചെയ്തില്ല. അപ്പൊ ഇവിടെ 0 ആണ്. അപ്പൊ ഇവിടുന്ന് ഒരു 1 ഇവിടെ കൊണ്ടുവന്നു, അവിടുന്ന് ഇവിടെ കൊണ്ടുവന്നു. 12. 12 മൈനസ് 4 8. ബാക്കി ഇവിടെ 9. 9 ന്ന് 1 പോകെ 8. ഇവിടെ അപ്പൊ 0. 0 ന്ന് 2 പോകത്തില്ല. ഇങ്ങോട്ടൊരു 10 മൈനസ് 2 8. 3. 3 മൈനസ് 2 1. ശരിയാണോ നോക്കി? എത്ര വരും? 18.884. ഇത്രയൊന്ന് നോക്കുക.